പശ്ചിമേഷ്യ വീണ്ടും ഒരു വൻ വിനാശകരമായ യുദ്ധത്തിൻ്റെ വക്കോളമെത്തിയിട്ട് അവസാന നിമിഷം അമേരിക്ക പിന്മാറിയ അവിശ്വസനീയമായ സംഭവവികാസങ്ങളാണ് ഏതാനും മണിക്കൂറുകളിൽ ഈ ലോകം കണ്ടത്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകം കാണാനിരുന്ന ഏറ്റവും വലിയൊരു സൈനിക ആക്രമണത്തിന് തൊട്ടുമുൻപാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന പ്രഖ്യാപനം നടത്തുന്നത്. എന്നാൽ ചോദ്യം ഇതാണ്, അമേരിക്കൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകളെ രക്ഷിക്കാൻ ട്രംപിന് പെട്ടെന്ന് തോന്നിയൊരു കാരുണ്യമാണോ ഇത് എന്നാണ്. അതോ തങ്ങളുടെ അധിനിവേശ തന്ത്രങ്ങൾ പരാജയപ്പെടുമെന്ന തിരിച്ചറിവിൽ നിന്നുള്ളൊരു പിന്മാറ്റമാണോ? സ്വന്തം വിമാനവാഹിനി കപ്പലുകളും അതിനൂതന പോർ വിമാനങ്ങളും സർവ്വസജ്ജമായി നിർത്തിക്കൊണ്ട് ഇറാനെതിരെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രഹരമേൽപ്പിക്കാനാണ് അമേരിക്കൻ സൈന്യം പദ്ധതിയിട്ടിരുന്നത്. എയർഫോഴ്സ് വണ്ണിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് തന്നെ ഈ വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തു. ആഗോള സമാധാനത്തെ തന്നെ തകിടം മറിക്കുമായിരുന്ന ഈ വൻ ആക്രമണത്തിൽ നിന്നും അമേരിക്ക താൽക്കാലികമായി പിന്മാറുകയും മധ്യസ്ഥർ വഴി ഇറാനുമായുള്ള നേരിട്ടുള്ള നയതന്ത്ര ചർച്ചകൾക്ക് വാതിൽ തുറക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതൊരു സൗഹൃദപരമായ നീക്കമാണെന്ന് വിശ്വസിച്ചാൽ അത് ശുദ്ധ അബദ്ധമായിരിക്കും. തങ്ങളുടെ താൽപ്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ തന്ത്രപരമായ മറ്റൊരു നീക്കം മാത്രമാണിത്. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗത സുരക്ഷയുടെ പേര് പറഞ്ഞ് ഇറാൻ്റെ ആണവ പദ്ധതിക്കുമേൽ പൂർണ്ണ നിയന്ത്രണം കൊണ്ടുവരിക എന്നതാണ് ഇന്നാരംഭിക്കുന്ന ഈ ചർച്ചകളിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. പക്ഷേ അമേരിക്കയെ ഈ യുദ്ധഭീതിയിൽ നിന്ന് പെട്ടെന്ന് പിന്നോട്ട് വലിച്ചതിന് പിന്നിൽ പ്രധാനമായും പ്രവർത്തിച്ചത് ഗൾഫ് രാഷ്ട്രങ്ങളുടെ കടുത്ത ആശങ്കയാണ്. അമേരിക്കൻ സൈനിക നീക്കത്തിന് തൊട്ടുമുൻപ് സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ പ്രമുഖ ഗൾഫ് രാഷ്ട്രങ്ങൾ വാഷിങ്ടണുമായി അടിയന്തര ആശയവിനിമയം നടത്തിയിരുന്നു. ഈ മേഖലയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെയും എണ്ണ ഉൽപ്പാദനത്തെയും പൂർണ്ണമായും തകർക്കുമെന്ന് തിരിച്ചറിഞ്ഞ സൗദി അറേബ്യയും ഖത്തറും ട്രംപിനോട് പരമാവധി സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ അതേസമയം UAE മറ്റൊരു നിരീക്ഷണമാണ് മുന്നോട്ട് വച്ചത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പോലുള്ള ഇറാൻ്റെ ശക്തമായ സൈനിക വിഭാഗങ്ങളെ നേരിട്ടുള്ള US സൈനിക ശക്തി ഉപയോഗിക്കാതെ ഒതുക്കാൻ കഴിയില്ല എന്നായിരുന്നു UAEയുടെ വാദം. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉറച്ച സൈനിക നടപടി വേണമെന്നവർ വാഷിങ്ടണിനെ പ്രേരിപ്പിച്ചതായി ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഭിന്നവീക്ഷണങ്ങളും നയതന്ത്ര സമ്മർദ്ദങ്ങളുമാണ് ഒടുവിൽ ട്രംപിനെ സൈനിക നീക്കത്തിൽ നിന്നും പിന്തിരിപ്പിച്ചത്. മറുവശത്ത് അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഭയന്ന് പിന്മാറുന്ന രാജ്യമല്ല തങ്ങളെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ഉപരോധങ്ങളും സൈനിക ഭീഷണികളും കടുപ്പിക്കാൻ നോക്കുന്ന അമേരിക്കയ്ക്കെതിരെ പ്രതിരോധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മേഖലയിലെ നിർണായക ശക്തികളുമായി അടിയന്തര ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാനുമായും പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറുമായും അദ്ദേഹം ഉന്നതതല ചർച്ചകൾ പൂർത്തിയാക്കി. അമേരിക്കയോ ഇസ്രായേലോ തങ്ങൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ശത്രുതാപരമായ നടപടികൾ എടുത്താൽ അതിശക്തവും ആനുപാതികവുമായി തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാൻ കൃത്യമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇതിനിടയിൽ പാശ്ചാത്യ ഇസ്രായേലി മാധ്യമങ്ങൾ നടത്തുന്ന വ്യാജപ്രചരണങ്ങളെയും ഇറാൻ ശക്തമായി എതിർത്തിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും പ്രധാന എണ്ണ ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇറാൻ സമ്മതിച്ചുവെന്ന രീതിയിൽ ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകൾ ശുദ്ധ അസത്യമാണെന്ന് പറഞ്ഞ് ഇറാൻ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ആഗോളതലത്തിൽ ഉപഭോഗം ചെയ്യുന്ന ക്രൂഡ് ഓയിലിൻ്റെ 1/5 ഭാഗവും കടന്നുപോകുന്നത് ഇറാൻ തീരത്തുള്ള ഈ ഇടുങ്ങിയ സമുദ്രപാതയിലൂടെയാണ്. യുദ്ധഭീതി ഉയർന്നതോടെ ഈ പാത അടച്ചിടുമെന്ന സൂചനകൾ അന്താരാഷ്ട്ര വിപണിയിൽ വലിയ പ്രകമ്പനമാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം അനുവദിക്കില്ല എന്ന് ഇറാൻ്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് ലോകത്തിന് മുന്നിൽ ഒരു സന്ദേശം നൽകാൻ ശ്രമിക്കുന്നു. തങ്ങൾക്ക് സൗകര്യമുള്ള നിബന്ധനകൾ ഇറാൻ അംഗീകരിച്ചാൽ മാത്രമേ യുദ്ധത്തിൽ നിന്ന് മാറുകയുള്ളൂ എന്ന്. എന്നാൽ അമേരിക്കയുടെ ഈ ഭീഷണിക്ക് വഴങ്ങാൻ ഇറാനും തയ്യാറല്ല. പാകിസ്ഥാൻ സൈന്യത്തെയും സൗദി അറേബ്യയെയും വിശ്വാസത്തിലെടുത്ത് തങ്ങളുടെ പ്രതിരോധ വലയം ശക്തമാക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഈ മേഖലയിലെ സമാധാനത്തിന് വേണ്ടി ഊന്നൽ നൽകുമ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഏതൊരു അനാവശ്യ നീക്കവും ആഗോള എണ്ണവില കുതിച്ചുയരുന്നതിനും കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിനും വഴിതെളിക്കും. തുടങ്ങിയിരിക്കുന്ന ഈ ചർച്ചകൾ എത്രത്തോളം വിജയകരമാകുമെന്ന കാര്യത്തിൽ ലോകത്തിന് ഇനി നിശ്ചയമില്ല. ഒരു വശത്ത് അമേരിക്കയുടെ അതിശക്തമായ സൈനിക ഭീഷണിയും മറുവശത്ത് പരമാധികാരം വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ഇറാൻ്റെ കടുത്ത നിലപാടുമാണ് ഇപ്പോഴുള്ളത്. വരാനിരിക്കുന്ന ഏതാനും ദിവസങ്ങളിലെ നീക്കങ്ങൾ പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിയെഴുതിയേക്കാം.